നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കിയാലോ? ആ ഓക്കെ. എന്നാൽ ആദ്യം ഒരു ബില്ലുണ്ടാക്കാം. വാ. ആദ്യം ഈ വേസ്റ്റ് ബിന്നിലെ പ്ലാസ്റ്റിക് കവർ മാറ്റാം. ഒരു 1,00,000 രൂപയുടെ ബില്ലായിരിക്കും. പിന്നെ വൃത്തിയാക്കാൻ കുറേ സാധനങ്ങളൊക്കെ ആവശ്യമാണല്ലോ, എല്ലാത്തിനും കൂടെ ഒരു 5 ലക്ഷത്തിൻ്റെ ബില്ലായിരിക്കും. പിന്നെ അല്ലറ ചില്ലറ ചിലവെല്ലാം കൂടെ ചേർത്ത് ആകെ മൊത്തം ഒരു 10 ലക്ഷത്തിൻ്റെ ബില്ലും കൊടുത്തേക്ക്. 10 ലക്ഷം? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? പിന്നെ അതൊക്കെയല്ലേ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ശുചീകരണത്തിന് എത്ര രൂപ ചിലവായെന്നറിയോ? 8.92 ലക്ഷം രൂപ. അതിൽ തന്നെ ഈ വേസ്റ്റ് ബിന്നിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറിന് വേണ്ടി മാത്രം 85,000 രൂപ. പിന്നെ ശുചീകരണത്തിന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് 8.07 ലക്ഷം രൂപ. ഇത്രയും പൈസ കൊടുത്തിട്ട് ഇവർ എന്ത് സാധനം മേടിച്ചത്? അതെന്താന്ന് വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ ഇങ്ങനെ തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്ന് വ്യക്തമാക്കാറുണ്ട്. അതൊക്കെ കാറ്റി പറത്തിയാണ് ഇപ്പം ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ഉത്തരവ്. CPM നിയന്ത്രണത്തിലുള്ള സ്റ്റാഫ് സർവീസ് സഹകരണ സംഘത്തിലാണ് സെക്രട്ടേറിയറ്റിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗം ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. CPM അനുകൂല സർവീസ് സംഘടനയുടെ മുൻ ചുമതലക്കാരനാണ് ഇപ്പം സെക്രട്ടേറിയറ്റിലെ ഹൗസ് കീപ്പിംഗിന് ചുമതലയുള്ളത്.